ഹായ് ഓൾ, വെൽക്കം ടു ദ ഈസി കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ഷവായൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളി, ഒരു 20 ചെറിയുള്ളി, ഒരു 8 അല്ലി വെളുത്തുള്ളി, ചെറിയ 2 പീസ് ഇഞ്ചി, അതായത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, കുറച്ച് മല്ലിയിലയും ഒരു 10 വറ്റൽമുളക് ഇതുപോലെ വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്താൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റം ചിക്കൻ ഇവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സ്കിന്നോട് കൂടെയുള്ള വലിയ 2 പീസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് കത്തി വെച്ചോ ഫോർക്ക് വെച്ചോ നന്നായി ഒന്ന് കുത്തി കൊടുക്കാം. എങ്കിൽ മാത്രമേ മസാല നന്നായി ഉള്ളിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ നന്നായി കുത്തിയെടുത്ത ശേഷം നമുക്കിനി അതിലേക്ക് അരച്ച് വെച്ച മസാല നന്നായി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ മസാല നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കിനി അതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായി തേച്ച് പിടിപ്പിക്കാം. പാകത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഫ്രിഡ്ജിൽ വെക്കുക. ഞാനിവിടെ 4 മണിക്കൂറിന് ശേഷമാണ് ചിക്കൻ എടുത്ത് കുക്കറിൽ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കുക്കർ വെച്ച ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ബാക്കി വന്ന അരപ്പ് കൂടെ ഞാൻ ചേർത്തു നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുക്കർ മൂടിയ ശേഷം ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റാം. എന്നിട്ട് ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം അതിൽ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ചിക്കൻ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തതിന് ശേഷമാണ് ഫ്രൈ ആക്കാനായിട്ട് പാനിലേക്ക് ഇടുന്നത്. എല്ലാ ഭാഗത്തും മസാല പിടിക്കാനും അതുപോലെ ചിക്കൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാനും വേണ്ടിയാണ് ഞാനിങ്ങനെ ചതച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് പാനിലേക്ക് കുക്കറിൽ ബാലൻസ് വന്ന ഗ്രേവി ഒഴിച്ചു കൊടുത്ത് നന്നായി വരട്ടിയെടുക്കാം.
അപ്പോൾ നമ്മുടെ മസാല ഇവിടെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാല ചിക്കനിൽ നന്നായി കോട്ട് ചെയ്തെടുക്കാം. ചിക്കനിൽ നന്നായി മസാല പിടിക്കുന്നവരെ നന്നായി തിരിച്ചു മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി മസാല ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനിൽ നന്നായി മസാല പിടിക്കണം. അതുപോലെ തന്നെ ചിക്കൻ നല്ലൊരു ജ്യൂസി ടെക്സ്ചർ ആയിട്ട് വേണം കിട്ടാൻ. നമുക്കിവിടെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുബൂസിൻ്റെ കൂടെ പൊറോട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ ടിപ്പിങ്സ് ആയിട്ട് മയോണൈസും ഹമൂസൊക്കെ കൂടെ കഴിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്